ഗായ്സ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറച്ച് വീഡിയോ സജഷൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ സ്റ്റഡി വ്ളോഗ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും ഞാനൊരു സ്റ്റഡി വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് ഞങ്ങൾക്ക് ട്യൂഷനിൽ ഹിന്ദി ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് പഠിക്കാനായിരുന്നു ഞാൻ ആദ്യം തന്നെ പോയിട്ടുണ്ടായിരുന്നത്. ഹിന്ദി ഞങ്ങൾക്ക് ഗ്രാമർ പോർഷൻ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് എഴുതി പഠിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. ഈ ഒരു വെക്കേഷനിൽ ഞാൻ നല്ല രീതിക്ക് പഠിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്നും തന്നെ പ്രോപ്പറായിട്ട് നടന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, രാവിലെ എണീറ്റ് ട്യൂഷന് പോയിട്ട് പിന്നെ കുറേ നേരം മൊബൈൽ കളിച്ചിട്ട് അതിൽ കുറച്ച് സമയം മാത്രം പഠിക്കാനിരിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു റുട്ടീൻ എന്ന് പറയുന്നത്. ഇതൊക്കെ മാറ്റണം എന്നുള്ള കാര്യം എനിക്ക് എപ്പോഴോ ഓർമ്മ വന്നിട്ടുണ്ടെങ്കിലും ഇതൊക്കെ മാറ്റാൻ കഴിയണില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. രാത്രി ആ ഒരു ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന ഒരു സ്വഭാവം എനിക്കിപ്പോൾ കൂടി വരികയാണ്. ആ ഒരു സ്വഭാവം മാറ്റി വെച്ചിട്ട് നമ്മളിന്ന് എന്തായാലും 4 മണിക്ക് പഠിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. ഹിന്ദി പിന്നെ കുറച്ച് അത്യാവശ്യം ടഫുള്ള പോർഷനായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിട്ട് ഞാനൊന്ന് മനസ്സിലാക്കി വെച്ചു. ഹിന്ദി എനിക്ക് കുറച്ച് സമയം കൊണ്ട് തന്നെ പഠിച്ചെടുക്കാനായിട്ട് പറ്റി. ഞങ്ങൾക്ക് ഇന്ന് എടുക്കുന്നത് നാളെ ട്യൂഷനിൽ എക്സാം ഉണ്ടാവും. അപ്പോൾ ഞാൻ സാധാരണ പഠിക്കാറ് ഇന്നുള്ള 2 വിഷയങ്ങളും ഇനി നാളേക്കുള്ള 2 വിഷയങ്ങളുമാണ് ഞാൻ പഠിക്കാറുള്ളത്. ഇന്ന് ഞങ്ങൾക്ക് ട്യൂഷനിൽ ഹിസ്റ്ററിയും ഹിന്ദി ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. 15 മിനിറ്റിനുള്ളിൽ ഞാൻ ഹിന്ദി പഠിച്ചെടുത്തു. അങ്ങനെ ഹിന്ദി പഠിച്ചതിന് ശേഷം ഞാൻ ഹിസ്റ്ററി പഠിക്കാനായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഹിസ്റ്ററി ഞങ്ങൾക്ക് കുറച്ച് മാത്രമായിരുന്നു ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. ഹിസ്റ്ററിയിൽ ഫസ്റ്റ് ചാപ്റ്റർ മാനവികത എന്ന് പറയുന്ന ചാപ്റ്റർ എനിക്ക് കഴിഞ്ഞു. ഇന്നത്തേൻ്റെ മുമ്പത്തെ ക്ലാസ്സിൽ ലാസ്റ്റത്തെ ഒരു ടോപ്പിക് എടുക്കാനുള്ള സമയമില്ലായിരുന്നു. അതുകൊണ്ട് ആ ഒരു ടോപ്പിക്ക് ഇന്നാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു ടോപ്പിക്ക് മാത്രം ഉള്ളതുകൊണ്ട് തന്നെ അധികമൊന്നും പഠിക്കാനില്ല, ആകെ കുറച്ചേ ഉള്ളൂ പഠിക്കാൻ. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മഴ പെയ്തു. അപ്പോൾ ഞാൻ പുറത്ത് പോയിരുന്നു. പിന്നെ ഒരു ചായയൊക്കെ കുടിച്ചിട്ടിരുന്നു. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ പഠിക്കാനായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഹിസ്റ്ററി ഒക്കെ നമ്മൾ കാണാതെ പഠിച്ചാൽ നമുക്ക് കുറേ കാണാതെ പഠിക്കാനായിട്ട് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് പഠിച്ച കാര്യം നമ്മൾ പെട്ടെന്ന് മറന്നു പോകും. അപ്പോൾ നമ്മൾ ഹിസ്റ്ററി പോലത്തുള്ള സബ്ജക്റ്റൊക്കെ നമ്മൾ മനസ്സിലാക്കി വേണം പഠിക്കാൻ. ഞാൻ ഇങ്ങനെയാണ് എൻ്റെ ഹിസ്റ്ററിയൊക്കെ ഞാൻ പഠിക്കാറുള്ളത്. ഈ ഒരു ടോപ്പിക് എടുത്തപ്പോൾ ഞാൻ സത്യം പറയാൻ എനിക്ക് അധികം അങ്ങോട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് കുറച്ചൊക്കെ സമയം എടുത്തു ഇത് പഠിക്കാനായിട്ട്. അങ്ങനെ ഏകദേശം ഒരു 45 മിനിറ്റ്സിനുള്ളിൽ ഞാൻ ഹിസ്റ്ററിയും പഠിച്ചു തീർത്തു. സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു പാഠം കഴിഞ്ഞുകൊണ്ട് തന്നെ എനിക്കൊന്ന് റിവൈസ് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുള്ള ടൈം എൻ്റെ മുമ്പിൽ ഇല്ലാത്തതുകൊണ്ടും ബാക്കി 2 സബ്ജക്റ്റ് കൂടി പഠിക്കാനുണ്ടായതുകൊണ്ടും ഞാൻ അത് പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഹിസ്റ്ററി പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ബ്രേക്ക് എടുത്തു. എനിക്ക് ബ്രേക്ക് എടുക്കുമ്പോഴാണ് കുറച്ചും കൂടി എനർജി കിട്ടാറ്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും ബ്രേക്ക് മസ്റ്റാണ്. പിന്നെ ഞാൻ മാത്സ് പഠിക്കാനായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് മാത്സിൽ 3rd ചാപ്റ്റർ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. ആ ഒരു 3rd ചാപ്റ്ററിൽ ഞങ്ങൾക്ക് ഇപ്പോൾ എടുത്തുകൊണ്ട് നിൽക്കുന്നത് തുകകൾ എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ്. അതിൽ അത്യാവശ്യം ലെവൽ കൂടിയിട്ട്, അതായത് 5 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഭാഗമായിരുന്നു ഞങ്ങൾക്ക് ഇപ്രാവശ്യം എടുത്തിട്ടുണ്ടായിരുന്നത്. സത്യം പറയാലോ, എനിക്കിത് ക്ലാസ്സിലെടുത്തപ്പോൾ എൻ്റെ കിളി പോയിരുന്നു. ആ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യലെന്നൊക്കെ സാറ് പറഞ്ഞു തന്നു. അതിനുശേഷം ഞങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തന്നു. അതെനിക്ക് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എനിക്ക് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യന് എനിക്ക് അറിയുന്ന രൂപത്തിൽ ഞാൻ എഴുതി. പക്ഷെ ഞാൻ എഴുതിയ ഉത്തരം തെറ്റായിരുന്നു. അപ്പോൾ എനിക്ക് ഇതെങ്ങനെയാണ് തെറ്റിയെന്നൊക്കെയുള്ള ഒരു ഡൗട്ട് ഇങ്ങനെ തോന്നൽ തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം, അതിൽ റെഡി ആവുന്നുണ്ടോ എന്നൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തു. പക്ഷേ അതും എൻ്റെ തെറ്റി. അപ്പോൾ എൻ്റെ കോൺഫിഡൻസ് മൊത്തം പോയി. അപ്പം എനിക്ക് തോന്നി ഇത് എന്നെക്കൊണ്ട് നടക്കുന്ന പണിയല്ല, മാത്സ് എനിക്ക് വേണ്ടാന്ന് വരെ ഞാൻ ചിന്തിച്ചു പോയി. എൻ്റെ ലൈഫിൽ ഇതുവരെയായിട്ടും മാത്സ് ക്ലാസ്സിൽ ഇത്രയും കിളി പാറിയ ഒരു ദിവസം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചു, ഇതെങ്ങനെയാണ് ചെയ്യല്, ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ എനിക്ക് പറഞ്ഞു തന്നു. അപ്പോൾ എനിക്ക് ഏകദേശമൊക്കെ മനസ്സിലായി. അതിനുശേഷം വീട്ടിലെത്തിയിട്ട് ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയപ്പം എനിക്ക് ഏകദേശം ക്ലിയറായി. കുറച്ചൊക്കെ ടഫുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ എനിക്ക് 1 മണിക്കൂർ എടുത്തു മാത്സ് പഠിക്കാനായിട്ട്. നാളെ ഞങ്ങൾക്ക് കെമിസ്ട്രി ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് ഓർമ്മ ഉണ്ടോ എന്നൊക്കെ ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കെമിസ്ട്രി പഠിക്കാനായിരുന്നു പിന്നെ ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കെമിസ്ട്രി എനിക്ക് ഇന്നെടുത്തത് നാളെ ഓർമ്മ ഉണ്ടാവില്ല. പൊതുവെ എല്ലാ സബ്ജക്റ്റും എനിക്ക് അങ്ങനെ ഉണ്ടെങ്കിലും കെമിസ്ട്രി കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ കെമിസ്ട്രി വായിക്കാനായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. കെമിസ്ട്രിയിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്.
അങ്ങനെ ഏകദേശം ഒരു 10 മണിയൊക്കെ ആയപ്പോൾ തന്നെ ഞാൻ കെമിസ്ട്രിയൊക്കെ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇങ്ങനത്തെ വീഡിയോസ് വേണം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. സോ എല്ലാവർക്കും ബൈ.